കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ രാവിലെ പ്രമോ വിശേഷം ഉൾപ്പെടുത്തി ഇട്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വിശേഷം വന്നു കഴിയുമ്പോ ഞാൻ അത് അപ്ലോഡ് ചെയ്യാന്ന് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ നന്ദ മുകളിലേക്ക് കയറി ചെന്നപ്പോ അർജുൻ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. പെട്ടെന്ന് നന്ദ വെച്ച് എന്ത് പറ്റി അർജുൻ ചോദിക്കണം. ഒന്നുമില്ലാന്ന് പറയാം. അല്ല നന്ദടുത്ത് എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? ഞാൻ പിങ്കിനെ കാണാത്തോണ്ട് അന്വേഷിച്ചു വന്ന. പിങ്കി പനിച്ചു കിടക്കുവാന്ന് പറയണം. പനിച്ചു കിടക്കുവോ? അതെന്ത് പറ്റി? എന്ത് പറ്റിയതാന്ന് അറിയത്തില്ല. രാവിലെ തൊട്ട് ആകെപ്പാടെ തലയ്ക്ക് അടിയേറ്റ പോലെ ഒരവസ്ഥയിലായിരുന്നു. പിന്നീട് ഷവറിന്റെ ചോട്ടി മണിക്കൂറുകളോളം പോയി ഇരുന്നെന്ന് തോന്നേ. അതുകൊണ്ടാന്ന് തോന്നുന്നത് പനി പിടിച്ചത്. ഇത് കേട്ടപ്പം നന്ദയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിങ്കിക്ക് കിട്ടിയ ഷോക്ക് താനും ഗൗതം സാറും ആദ്യരാത്രി ആഘോഷിച്ചതിന്റെ ആ ഒരു ഷോക്ക് അവൾക്ക് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. ഇതിപ്പോ അർജുനോട് പറയണോ? അർജുനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുന്റെ മനസ്സ് വേദനിക്കും. വേണ്ട, പറയണ്ട, വെറുതെ എന്തിനാ. അല്ല ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് പോയി നോക്കട്ടെ എന്ന് പറയണ പിങ്കിനെ. വേണ്ട ഇപ്പൊ നന്ദേടത്തി അങ്ങോട്ട് പോകണ്ടെന്ന് പറയാം. അതെന്താ? ഒന്നുമില്ല എന്ന് പറയാം. പിന്നീട് അർജുനോട് ചോദിച്ചാൽ അല്ല അർജുൻ എന്തിനാ കരഞ്ഞേന്ന് ചോദിക്കുക. ഒന്നുമില്ല, സത്യം പറ. ആരോടെങ്കിലും വിഷമം തുറന്നു പറയുവാണെങ്കിൽ ആ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടൂലോ. ഇത് കേട്ടപ്പോ അർജുൻ പറഞ്ഞു, ഞാനൊരു പുരുഷനല്ലേ നന്ദേടത്തി, എനിക്ക് എന്റേതായ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഇല്ലേ, എനിക്കും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇത് കേട്ടപ്പോ നന്ദി ഇപ്പൊ എന്തു പറ്റി? നന്ദിക്ക് മനസ്സിലായ ഏകദേശം കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാന്ന് ഇപ്പൊ അർജുൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അതിന്റെ പുറയിലെ പിങ്കി ആയിരിക്കണം അതിന്റെ കാരണം എന്ന് മനസ്സിലായി. അല്ല നന്ദേടത്തി, എത്രയെന്ന് വെച്ചാൽ ഞാൻ സഹിച്ച് ക്ഷമിച്ച് ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും ഓർത്തിരിക്കണ. പക്ഷെ വെറുതെയാ. ഞാൻ എത്ര സ്നേഹം കാണിച്ചാലും ഒരിക്കലും പിങ്കിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പറയാം. അല്ല അങ്ങനെ പറയാൻ ഇപ്പോഴെന്താ കാരണം? ഒരിക്കലും പിങ്കിയുടെ മനസ്സിൽ ഞാനില്ലാന്ന് പറയാ. പിങ്കിയുടെ മനസ്സില്ലേ? അർജുൻ തന്നെയല്ലേ പിങ്കിയുടെ മനസ്സിൽ. പിന്നെ ആരാന്ന് ചോദിക്കണം. ഞാനല്ല. എന്നെ അവള് ഒരു ഭർത്താവായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാ. ഇനി അത് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് പറയാം. അർജുൻ എന്തൊക്കെയാ അർജുൻ ഈ പറയണേ? ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയണം. അതെ, അർജുൻ പിങ്കിയുടെ ഭർത്താവല്ലേന്ന് ചോദിക്കണം. ഭർത്താവാണ് പോലും. അത് അവൾക്കൂടെ തോന്നണ്ടേ? നന്ദേടത്തേക്ക് അറിയാവോ, ഇവിടെ അവളോട് ഞാൻ ഓരോ ദിവസം ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാന്ന്? അവളോടുള്ള സ്നേഹക്കൂടലുണ്ടാ. അങ്ങനെയെങ്കിലും അവൾ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു പലവട്ടം. ഒരു പക്ഷേങ്കില് ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം. ആ സമയത്തൊക്കെ അവളോട് ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെയെങ്കിലും അവൾ ഇവിടുന്ന് ഇറങ്ങി പോട്ടെ അങ്ങനെ വിചാരിച്ചോണ്ട്. പക്ഷെ അവൾ ഇവിടുന്ന് പോയില്ല. പക്ഷേങ്കില് അവൾക്ക് എന്നെ ഇഷ്ടമില്ല. അവൾ ഇവിടുന്ന് പോകുന്നുമില്ല. ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അറിയാവോ. അവൾക്ക് ഇപ്പൊ എന്നോട് ഇപ്പോഴും ഇഷ്ടമില്ല എന്ന് പറയണ. അവളുടെ മനസ്സിൽ ഇപ്പോഴും ഗൗതമേട്ടനാന്ന് പറയാം. ഇത് കേട്ടതും അദ്ദേഹം ഞെട്ടി. അല്ല അർജുനോട് ആരാ ഇതൊക്കെ പറയണേ? അതൊക്കെ വെറുതെ അർജുന് തോന്നാന്ന് പറയാം. അല്ല നന്ദേടത്തി, അല്ല അല്ലേലും ഞാൻ വെറുതെ എന്തിനാ അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കണേ? അതിന്റെ കാര്യമില്ലോ എന്ന് പറയാം. പെട്ടെന്ന് നന്ദ പറഞ്ഞു, കടിച്ചു തൂങ്ങി കിടക്കാനാ? ആര്? അതെ, അർജുൻ ഭർത്താവാ. ഭർത്താവിന്റെ അത്ര സ്ഥാനമൊന്നും ഒരു കാമുകനും ഇല്ല. അറിയാവുന്ന ചോദിക്കാം. അതൊക്കെ നന്ദേടത്തി വെറുതെ പറയുന്നല്ലേ. എന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാന് ഒരിക്കലും ഗൗതമേണ്ണനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചല്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ എത്ര അടിയും വഴക്കമൊക്കെ ആയിരുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അവസാനം കണ്ടില്ലേ, ഞങ്ങൾ രണ്ടുപേരും ഒന്നായില്ലേ. ഇന്ന് എന്നോട് ചോദിക്കുക ഏറ്റവും കൂടുതൽ ഞാൻ ആരെയാ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഗൗതമേട്ടൻ എന്നായിരിക്കും. ഗൗതമേട്ടൻ കഴിഞ്ഞിട്ടോ എന്റെ ഈ ജീവിതത്തിൽ എനിക്ക് വേറെ ആർക്കെങ്കിലും സ്ഥാനമുള്ളൂ. അതുപോലെ ഒരു ദിവസം അർജുനും വരും. അർജുൻ സന്തോഷമായിട്ട് ജീവിക്കും എന്ന് പറയാം. പിന്നീട് നന്ദ പറഞ്ഞു, ഇങ്ങനെ വിഷമിക്കേണ്ട, ഒരു ദിവസം നിങ്ങള് നന്നായിട്ട് ജീവിക്കും എന്ന് പറയാം. എന്ന് അതിന് കുറച്ചു കാലം അർജുൻ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. പെട്ടെന്ന് ഒരു ദിവസം പറ്റത്തില്ല. പിങ്കി അർജുനും തമ്മിലെ നല്ലൊരു ജീവിതം. അർജുന് ഞാനൊരു സ്വപ്നം ഇട്ട് തരട്ടെ. അർജുൻ സ്വപ്നം കണ്ടോ? ഈ നന്ദയടത്തിയാ പറയുന്നത്. നിങ്ങൾ തമ്മില് നിങ്ങളുടേതായ ലോകം. പിങ്കി അർജുനെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും. പിന്നീട് നിങ്ങൾ രണ്ടും ഒന്നാവും. പിങ്കിയുടെ മനസ്സിൽ പിന്നെ അർജുൻ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയാ. എങ്ങനെയുണ്ട്? പക്ഷെങ്കിൽ ഇതൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാം. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല. നടക്കുന്നേ, നമ്മൾ സ്വപ്നം കണ്ടോ ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമെന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് പോവാ. അങ്ങനെ അർജുന്റെ മനസ്സിൽ കുറച്ച് ആത്മവിശ്വാസമൊക്കെ കൊടുത്തിട്ടാണ് നന്ദ ഇറങ്ങി ചെല്ലുന്നത്. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ലക്ഷ്മിയമ്മയുടെ ഉണ്ടായിരുന്നു. പിന്നീട് നന്ദയും ലക്ഷ്മിയമ്മയോട് സംസാരിക്കുക. ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്നാലും ഞാൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. അനേക സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവളുടെ മനസ്സ് എത്ര വൃത്തികെട്ട മനസ്സാ, എത്ര ക്രൂരവാ അവള്. അവൾ എത്ര വൃത്തികെട്ട രീതിയിൽ അർജുനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നേ. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, പിങ്കിയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നന്ദ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷമല്ലേ നിങ്ങൾ ഒരുമിക്കുന്നേ. ആ സമയത്തും ഇപ്പോഴും അവളുടെ മനസ്സില് ഗൗതമോന ഭർത്താവ് കൂടെ ഉണ്ടായിട്ട് മറ്റൊരാളെ എങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന. അതാ ഞാൻ പറഞ്ഞേ അവള് ശരിയല്ല എന്ന് പറയണേ. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, അവളുടെ മനസ്സ് മാറ്റണം. അവളും അർജുനും തമ്മിൽ ഇനി ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയാം. പക്ഷെ അതെങ്ങനെ സാധ്യമാവും? അത്ര പെട്ടെന്നൊന്നും സാധ്യമാവുന്ന കാര്യമല്ല. പിന്നീട് ലക്ഷ്മൺ പറഞ്ഞു, ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെ ഒന്നാവണമെങ്കിൽ അർജുനും
പിങ്കിയും കൂടെ ഒന്നാണെങ്കിൽ ഒരേ ഒരു വഴിയെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. അതെന്ത് വഴിയാ? അതിന് മോള് വിചാരിക്കണമെന്ന് പറയാ. ഞാൻ വിചാരിക്കണ അതെ. കാര്യം എന്താണെന്നറിയാവോ? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു ഒന്നായല്ലോ. ഇനി ഇപ്പൊ ഒരു കുഞ്ഞിക്കാലം ഇവിടെ വരണം. നന്ദയുടെ ഗേഹത്തിന്റെ ഒരു കുഞ്ഞ് പറക്കുന്നതോടുകൂടി പിങ്കിക്ക് പല മാറ്റങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ കുഞ്ഞിലൂടെ ഓടിക്കളിക്കണം. അപ്പൊ അവൾക്ക് മനസ്സിലാവും അവൾക്ക് ഒരിക്കലും ഇനി ഗേഹത്തിനെ കിട്ടാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ വന്നാൽ മാത്രം അവളുടെ മനസ്സ് മാറാൻ പോകുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല വഴി അതാന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളൊരു ട്രിപ്പൊക്കെ പോണം. എന്തിനാ ഇവിടെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രി കഴിഞ്ഞില്ലേ? ഇത്രയും കാലത്തിന് ശേഷമാണെങ്കിലും നിങ്ങളൊരു ഹണിമൂണൊക്കെ ഹണിമൂണൊക്കെ പോയി എന്ന് എൻജോയ് ചെയ്ത് വരാൻ പറയണം. ഈ സമയത്ത് നന്ദ പറഞ്ഞു, ഈ ലക്ഷ്മിയമ്മയുടെ ഒരു കാര്യം എന്ന് പറയണം. അപ്പോഴാണ് ഗൗതം അങ്ങോട്ട് വരുന്നത്. ഗൗതം യൂണിഫോമിലായിരുന്നു വന്നത്. എടാ, നീ എന്ത് പോക്കാടെ രാവിലെ പോയത്? ആദ്യരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവൻ ഓടിയേക്കുന്നു. എടാ, ഇവിടെ ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ട കാര്യം നീ മറന്നുപോയോ? അതൊക്കെ അറിയാമേ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാ പറഞ്ഞേ, ഇനി ഇപ്പൊ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഹണിമൂണിന് പോകണമെന്ന് പറയാം. ഹണിമൂണിന് പോകാനാ? അതെ, പോയേക്കാം. എനിക്കെന്താ കുഴപ്പമിരിക്കുന്നേ? ഈ സമയം ലക്ഷ്മിയമ്മ നന്ദയോട് ചോദിച്ചു, നന്ദമോക്ക് കുഴപ്പമുണ്ടോ? എനിക്കെന്താ, എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. കാരണം എപ്പോഴും ഈ പഠിത്തം ജോലി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഒരു കുടുംബം കൂടെ വേണ്ടേ? അതും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേന്ന് ചോദിക്കാം. ഈ സമയത്ത് ഗൗതം പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഹണിമൂണിനൊക്കെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ഉണ്ടെന്ന് പറയാം. അല്ല, അതിനു മുമ്പ് നിനക്കെന്താ കാര്യം? ഹണിമൂണിന് പോവും, പക്ഷെ ഇന്ന് പോകുന്ന ഹണിമൂണിനല്ല. ഇന്ന് ഞാൻ വേറൊരു യാത്ര പോവാന്നുണ്ട്. ഇന്ന് യാത്ര പോയി എങ്ങോട്ട്? കാടൻകൊല്ലിയിലേക്ക്. കാടൻകൊല്ലിയൊക്കെ അവിടെ എന്താ? അവിടെ ഒരു മിഷൻ ഉണ്ടമ്മേ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് എനിക്ക് പോണെന്ന് പറയാം. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, കാടൻകൊല്ലിയോ? അത് അപകടം പിടിച്ച സ്ഥലമല്ലേ? ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പോലീസും വെടിവെപ്പും തീവ്രവാദികളും വല്ലാത്ത പ്രശ്നമുള്ള സ്ഥലമാ. ലക്ഷ്മിയമ്മക്ക് അറിയാൻ തുടങ്ങി. നീ എന്തൊക്കെയാ ഗൗതമായി പറയണേ? നിനക്കെന്താ ഒരു ബോധമില്ലേ? അതെ അമ്മേ, എന്നെ വെറുതെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കണ്ട. അമ്മയെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ പോകുന്നു പറയണം. ഗൗതമോനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ പോവണ്ട, എനിക്ക് പേടിയാന്ന് പറയാം. ദേ അമ്മ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട, ഞാൻ പോകുന്നു പറഞ്ഞാൽ പോവും എന്നും പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് നന്ദയോട് പറഞ്ഞു, മോളെ, നീ അവനോടൊന്ന് പറഞ്ഞു നോക്ക് പോകണ്ടെന്ന്. ഇനി ഞാനെന്നല്ല ആര് പറഞ്ഞാലും ഗൗതം സാർ പോകുമേ. ഗൗതം സാറിനെ എനിക്ക് തിരുത്താൻ നോക്കണ്ടെന്ന് പറയണം. നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി, വല്ലാത്തൊരു സങ്കടം, ഇതിനു മുമ്പില്ലാത്ത വല്ലാത്തൊരു ഫീലിങ്സ് നന്ദയ്ക്ക് തോന്നുവാണ്. പിന്നീട് കാണിക്കുന്നത് അർജുൻ ഇങ്ങനെ ഓരോന്നൊക്കെ മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിങ്കി ഉറക്കത്തിൽ കിടന്ന് അബോധാവസ്ഥയിൽ കിടന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഐ ലവ് യു ഗൗതമേട്ട, നമുക്ക് രാമേശ്വരത്ത് പോവാം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ടെൻഷനായി. ഈ സമയത്താണ് പിങ്കി പതുക്കെ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കുവാണ്. അപ്പൊ അർജുൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നെറ്റിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നെറ്റി കൈ വെച്ച് വെക്കുമ്പോൾ നെറ്റിയിലൊരു തുണിയൊക്കെ നനച്ചിട്ടുണ്ട്. പിങ്കി എന്താണെന്ന് മനസ്സിലായില്ല. പിങ്കി കണ്ണ് തുറന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അർജുൻ അങ്ങോട്ട് വന്നു. എങ്ങനെയുണ്ട് പിങ്കി, ഇപ്പൊ കുറവുണ്ടോന്ന് ചോദിക്കാണ്. എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുക. അതോ, തനിക്ക് നല്ല പനിയുണ്ടായിരുന്നു, താൻ എന്നൊരു കുളിച്ചു. ആ ഒരു കുളി കഴിഞ്ഞതോടുകൂടി തനിക്ക് നല്ല പനിയായെന്ന് പറയാം. ഞാൻ കുളിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കുന്ന ഓർക്കുന്നുണ്ട്, പിന്നെ ഞാനൊന്നും ഓർക്കുന്നില്ല എന്ന് പറയാം. അതെ, താന് ഒരു നീണ്ട കുളി തന്നെയാ കുളിച്ചേ. 2-3 മണിക്കൂറുള്ള ഒരു കുളിയായിരുന്നു പറയാണ്. ഇത് കേട്ടതും പിങ്കിയിൽ ഒരു ഞെട്ടലുണ്ടായി. പിന്നീട് അർജുൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് ചായയോ അല്ലെങ്കിൽ ചൂട് കഞ്ഞി എന്തെങ്കിലും എടുത്തോണ്ട് വരാന്ന് പറയണം. അതിനുമ്പോ ഒരു കാര്യം ചെയ്യുക, നീ പനിയുടെ ഒരു മെഡിസിൻ കഴിക്കാനും പറഞ്ഞുകൊണ്ട് മെഡിസിൻ എടുക്കാനും കൂടെ പോവാണ്. അങ്ങനെ ചൂടുവെള്ളമൊക്കെ എടുത്ത് മെഡിസിൻ എടുത്തുകൊണ്ട് പിങ്കിക്ക് കൊണ്ട് കൊടുക്കുക. പിങ്കി പറഞ്ഞ് വേണ്ടായിരുന്നു, വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പാവം, ഇപ്പം അർജുന് ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ ഞാൻ കാണാൻ നിൽക്കുകയാണ്. ബുദ്ധിമുട്ടോ? ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നാൽ ഭർത്താവല്ലേ നോക്കേണ്ട ആള്. ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറയാണ്. കാരണം അർജുന്റെ മനസ്സ് തേങ്ങുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിച്ചില്ല. പിന്നീട് ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ട് വരാന്ന് പറയാണ്. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേനും പിങ്കി പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയി എടുത്തോളാന്ന് പറഞ്ഞേ. വേണ്ട, ഞാൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞ് പോയപ്പോഴത്തേനും പിങ്കിയെ കയ്യിലേക്കും കൂടി പിടിച്ചു. അതെ, വേണ്ട അർജുൻ, ഞാൻ പൊക്കോളാന്ന് പറയാണ്. അതൊന്നും കുഴപ്പമില്ല, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പിങ്കി ഉറക്കത്തിൽ കിടന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമാന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. ഇത് കേട്ട പിങ്കി, ഞാൻ പറഞ്ഞു, എപ്പോ പറഞ്ഞു? അതൊക്കെ ഉറക്കത്തിൽ പറഞ്ഞായിരുന്നു. പിങ്കി അബോധാവസ്ഥയിലായിരുന്നു. നമ്മൾ അബോധാവസ്ഥയിലായ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുമെന്ന് പറയുന്നത്. ആ സമയത്ത് പിങ്കി പറഞ്ഞ കാര്യങ്ങളാ, നമ്മുടെ മനസ്സിലുള്ള സത്യങ്ങളൊക്കെ ആ സമയത്ത് വെളിയിൽ വരും. അപ്പൊ പിങ്കി പറഞ്ഞായിരുന്നു പിങ്കിക്ക് ഭയങ്കര ഇഷ്ടമാന്നൊക്കെ. അപ്പം ഗൗതമനെ ഇഷ്ടം എന്നുള്ള കാര്യം പറഞ്ഞില്ല. അതുകൊണ്ടാ. അപ്പൊ ആ ഇഷ്ടം എനിക്ക് കണ്ടിരുന്ന് അടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, ഞാൻ പോയി കഞ്ഞി എടുത്തോണ്ട് വരാം, പിങ്കി റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞേ. ഇതും പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ട് പോകണം. ഈ സമയം പിങ്കിക്ക് കൺഫ്യൂഷനായി. താൻ എപ്പോഴാ പോലും അങ്ങനെ പറഞ്ഞേ? തന്റെ ഓർമ്മയിൽ പോലും അങ്ങനെ ഒരു കാര്യമില്ല. ഒരുപക്ഷെ പനി കൂടിയിട്ട് പറഞ്ഞതാണോ? അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന അരുന്ധതിയും മോഹിനിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മിയമ്മയുണ്ട്. ലക്ഷ്മിയമ്മ വിളിച്ചു, നീ എന്തിനാ സമ്മതിച്ചേ? അവൻ ആ കാടൻകൊല്ലിയിലേക്ക് പോകാൻ നീ സമ്മതിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ലക്ഷ്മിയമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ സമയം നന്ദ പറഞ്ഞു, ആരൊക്കെ പറഞ്ഞാലും ഗൗതം സാർ പോവും. കാടൻകൊല്ലി അവിടെ ഒരു വൃത്തികെട്ട സ്ഥലവാ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവിടെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും, തീവ്രവാദികളും അങ്ങനെ നൂറ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാ. അവനിങ്ങ് വരട്ടെ, ഞാൻ പറയാം അവനോട് പോവണ്ടാന്ന്. അറിയാവോ, മഹാദേവേട്ടൻ ഇതുപോലെ യുദ്ധഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് അന്നൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പലതവണ വിലക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ഒരു പേടിയില്ലായിരുന്നു. പിന്നെ പിന്നെ എനിക്കതൊരു പരിചയമായി മാറി അതങ്ങോട്ട്. ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ലേ അദ്ദേഹത്തിന് അപകടം സംഭവിച്ചത്. ഇന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വേദനയാന്ന് പറയാണ്. ഇതുകൂടെ കേട്ട് കഴിയുമ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് ഒന്നുകൂടെ വിഷമായി. ലക്ഷ്മിയമ്മ വീണ്ടും നിന്ന് കരയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൗതത്തിന്റെ വരവ് അങ്ങോട്ട്. ഗൗതം ഇറങ്ങി വന്ന ഉടനെ അരുന്ധതി ചെന്നിട്ട് ചോദിച്ചു, നീ എന്താ ഗൗതം, നീ ഇത് എന്ത് ഭാവിച്ചത്? നീ കാടൻകൊല്ലിയിലേക്ക് പോവാണെന്ന് ചോദിക്കാം. അതെ പോണം വല്യമ്മേന്ന് പറയണേ. അതെ, നിന്റെ കല്യാണം അറിയാലോ നിനക്ക്, ആദ്യ രാത്രി കഴിഞ്ഞേ ഉള്ളൂ, നീ ഇപ്പൊ പോകണ്ടെന്ന് പറയാ. ഇത് വല്യമ്മേ, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യണം, ഡ്യൂട്ടി ഫസ്റ്റാ, അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ. ഒന്നുമല്ലേ ഒരു മേജറുടെ ഭാര്യയല്ലേ വല്യമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കൊള്ളാവോ? നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ കർത്തവ്യം ചെയ്യണ്ടേന്ന് ചോദിക്കാം. അതൊക്കെ ശരിയുടെ മോനെ, എന്നാലും വേണ്ട മോനെ, നീ പോവണ്ടെന്ന് പറയണ. വല്യമ്മ പോവണ്ടെന്ന് പറയുന്നതിന് പകരം പോയിട്ട് വാ മോനെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കാലിലേക്ക് വീണ് അനുഗ്രഹം മേടിക്കുക. നന്ദയ്ക്ക് ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായി. ലക്ഷ്മി അമ്മ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് എന്നിട്ട്, അമ്മേ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മയുടെ അനുഗ്രഹം മേടിക്കുക. ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. മോനെ എത്രയും പെട്ടെന്ന് പോയിട്ട് തിരികെ വരണമെന്ന് പറയാ. നന്ദയുടെ നേരെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഗൗതത്തിന് വല്ലാത്ത സങ്കടമായിരുന്നു. യാത്ര പോലും പറഞ്ഞില്ല. ഗൗതം അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങോട്ട്. ഇത് കണ്ട് നന്ദ വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.